നമസ്കാരം. ന്യൂസ് 10 ചാനൽ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് താനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ ഫൗണ്ടേഷനെ കുറിച്ച്. ഭിന്നശേഷിക്കാർ എന്നും ഓരോ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ രക്ഷിതാക്കളുടെയും വലിയ വേദനകളായി മാറാറുണ്ട്. അവരുടെ വിവാഹം, അവരുടെ ജോലി, അവരുടെ ജീവിതം, അവരുടെ ഭക്ഷണ രീതി അടക്കം പല കാര്യങ്ങളിലും ഒരു ഭിന്നശേഷിക്കാരിയായ കുട്ടി അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം വലിയ പ്രയാസത്തിലേക്ക് നീങ്ങാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വലിയ ഒരു സേവന പ്രവർത്തനവുമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഇന്ന് ന്യൂസ് 10 ചാനൽ തുറന്നു കാണിക്കുന്നത്. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തണൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ താനൂർ മുസ്തഫയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായ സുബ്രഹ്മണ്യനും ഇന്ന് നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ്. നിരവധി വർഷങ്ങളായി 5ലേറെ വിവാഹ സംഗമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുന്നൽ പരിശീലനം, ഡ്രസ് ബാങ്ക്, മറ്റ് മരുന്ന് വിതരണം, വിവാഹത്തിന് മറ്റ് സഹായങ്ങൾ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഈ ഒരു സംഘം നടത്തി വരുന്നത്. മറ്റ് സന്നദ്ധ സംഘടനകളെ പോലെ 1-2 വർഷത്തിലൊരു പ്രോഗ്രാം നടത്തുക മാത്രമല്ല, കണ്ടിന്യൂ ആയി വളരെ കൃത്യതയോടുകൂടി വ്യക്തമായ രീതിയിലുള്ള ഒരു സേവന പ്രവർത്തനമാണ് ഈ ഒരു സംഘം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഈ നാടിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യവും വന്നിട്ടുള്ളത്. നമുക്ക് ഇവരോട് എന്താണ് ഈ തണൽമരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെന്ന് ചോദിച്ചറിയാം. ആദ്യമായി പ്രതികരിക്കുന്നത് തണൽമരം ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുസ്തഫ താനൂരാണ്. എന്താണ് നിങ്ങൾ ഈ ഒരു രംഗത്തേക്ക് ഇങ്ങനെ വരാനുണ്ടായ ഒരു കാരണം? ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ വിവിധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്താണ് നിങ്ങൾ ആ ഒരു രംഗത്തേക്ക് വരാനുണ്ടായ കാരണം? നമ്മളെ ഈ രംഗത്തേക്ക് ഭിന്നശേഷിക്കാരെ ചേർത്ത രംഗത്തേക്ക് വരാനുണ്ടായ കാരണം, ഭിന്നശേഷിക്കാർക്ക് ഗവൺമെൻറ് തലത്തിലും പെൻഷനായിട്ടും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളായാലും നാട്ടുകാരായാലും എല്ലാ സപ്പോർട്ടും സഹതാപത്തോണ്ടൊരു നോട്ടമാണ് ഭിന്നശേഷിക്കാർക്കുള്ളത്. അപ്പോൾ ഒരു 4 ഭിന്നശേഷിക്കാരെ നമ്മൾ ഒരു ട്രെയിൻ യാത്രയിൽ കാണുകയും അവർ ഈ ഒരു വിഷയം നമ്മളോട് പങ്കുവച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കെല്ലാം സപ്പോർട്ടുണ്ട്, ജനങ്ങൾ എല്ലാ സഹായങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊരു കുടുംബം, ഞങ്ങൾക്കൊരു ജീവിതം, ഇതിന് വേണ്ടിയിട്ട് ആരും തുനിയുന്നില്ല എന്നാണ്. ഇത് 2022 നമ്മൾക്ക് ഇവരൊരു സന്ദേശം കിട്ടിയത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിങ്ങനെ നമ്മളെ കൂട്ടുകാരോടൊക്കെ വിളിച്ച് നമ്മൾ ചർച്ച ചെയ്ത്, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സൈനുൽ ആബിദിനോടൊക്കെ ഈ വിഷയം പറഞ്ഞ് നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ വയനാടിൽ ഇതുപോലത്തെ ഒരു സംഗമം നടത്തിയെന്ന് പറയുന്നത് 2021 തോന്നുന്നു പരിപാടി നടത്തിയത്. അങ്ങനെ ഇവരിങ്ങനെ വധൂവരന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്, ഇവർക്ക് ഒരുപാട് ജീവിതം ശരിയായിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ 2022 നമ്മളിങ്ങനെ കൂടി അവർ ട്രെയിനിൽ വെച്ച് പറഞ്ഞത് അവർക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസമാണോ അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ട് ഗവൺമെൻറ് തലത്തിലും ജനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കൊരു വിവാഹത്തിനായിട്ട് ഒരു വേദി ഉണ്ടാക്കി തരാൻ അല്ലെങ്കിൽ ഇതിന് മുന്നിലേക്ക് ഇറങ്ങാൻ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ജീവിച്ചിങ്ങനെ പോകും. ഞങ്ങൾ ബാക്കിയൊരു തലമുറ ഇല്ല. ഞങ്ങളിങ്ങനെ കുറേ പ്രായം കഴിഞ്ഞ് ഞങ്ങൾ മരണപ്പെട്ടു പോകും. പക്ഷേ ഞങ്ങൾക്ക് ഒരു വിവാഹത്തിൻ്റെ ഒരു അവസരം ആരും ഉണ്ടാക്കി തന്നിട്ടില്ലെന്ന്. അത് ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിക്കൊണ്ട്. കാരണം നമ്മളിങ്ങനെ നമ്മളങ്ങനെ കുറേ ഇവർ പറഞ്ഞതിനനുസരിച്ച് ചിന്തിച്ച് നമ്മൾ എന്തുകൊണ്ട് ഇവർക്കൊരു വിവാഹം ശരിയാകാത്തത്, അതിനെന്ത് വഴിയാണെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ സൈൻലാബിതുമായി ബന്ധപ്പെട്ടിട്ട് ആ സംഘം അവിടെ നടന്നത്. ഞങ്ങൾ 2022 ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരിക്കുക, വധൂവരന്മാരെ കണ്ടെത്തുന്നു മഹാസംഗമം, മലപ്പുറം ജില്ലയിലെ താനൂർ അറബ്യൻ പ്ലാസ് ഓഡിറ്റോറിയത്തിൽ. ബഹുമാനപ്പെട്ട നമ്മുടെ MP ET മുഹമ്മദ് സാഹിബായിരുന്നു അതൊന്ന് ഉദ്ഘാടനം ചെയ്തത്. അന്നത് നമ്മളത് ഫേസ്ബുക്കിലും പോസ്റ്ററുകളൊക്കെ നമ്മളത് ഇട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അത് വൈറലായി. 14 ജില്ലകളിൽ അത് വൈറലായി. വയനാട് ജില്ലയിൽ 4000-ഓളം ആളുകൾ ആ പരിപാടിക്ക് പങ്കെടുത്ത്. 4000-ഓളം ആളുകൾ പങ്കെടുത്തിട്ട് അവിടെ 170-ഓളം വധൂവരന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞു. അഥവാ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു, ബോധ്യപ്പെട്ടു, വിവാഹത്തിലേക്ക് എത്തി. അതായത് അവിടുന്ന് കണ്ടെത്തുന്നത് ഇപ്പോൾ രജിസ്റ്റർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് ഒരു കുട്ടീനെ വിളിക്കും. ആ കുട്ടീൻ്റെ പരിമിതി പറയുകയാണ് കുട്ടീനോട് വന്നിട്ട്, ഞാൻ ഇന്ന ജില്ലയിൽ നിന്ന് വരികയാണ്, എനിക്ക് ഇത്ര പ്രായമായി, എനിക്കിതാണ് ജോലി, പിന്നെ എനിക്കൊരു ഇണ വേണമെന്ന് പറയും. അപ്പോൾ അതിന് വളണ്ടിയേഴ്സ്മാർ എന്ത് ചെയ്യും, ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ സ്റ്റേജിലേക്ക് കയറ്റി ആ കുട്ടി അവിടെ അവർ ബന്ധുക്കളെയും പിന്നെ സാമൂഹിക സംസ്കാരം അതൊക്കെ സാന്നിധ്യത്തിലാണ് ഇവർ ഉറക്കുന്നത്. എന്നിട്ട് ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യും, കൗൺസിൽ കൊടുത്തിട്ട് ഇവരെ പറഞ്ഞേക്കുക.
ഇവരെ പറഞ്ഞ് അയച്ചിട്ട് അതിൽ 70% അവരെ വീട്ടിൽ വെച്ച് അവർക്ക് നടന്നിട്ടുണ്ട്. ഇതിൽ 30% ഞങ്ങളെ കുട്ടിക്ക് കല്യാണമൊക്കെ ഇവിടുന്ന് സെറ്റായി, ചെക്കന് ഇഷ്ടപ്പെട്ട് പെണ്ണും ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇത് കഴിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം ഞങ്ങളത്തില്ല. ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി ഒരു ഫംഗ്ഷൻ വെക്കും, അതിനുള്ളൊരു വഴി എന്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ആ 300 ആളുകളെ ഫംഗ്ഷന് അവർക്കുള്ള ഡ്രസ്സ് എന്താ വേണ്ട നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര സംഗമങ്ങൾ ഇതേമാതിരി വിവാഹ വേദി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്? നമ്മൾ 5 സംഗമം നടത്തി. എവിടെയൊക്കെയാണ്? ഒന്ന് ആദ്യം നമ്മൾ തുടക്കം കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിൽ താനൂർ. പിന്നെ അതിൻ്റെ ശേഷം ഇതിൽ 1000-ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്യും. ഈ 1000 ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 170, 150, 200 വിവാഹങ്ങൾ സെറ്റാകുന്നുള്ളൂ. ബാക്കി 800 ആളുകളും നിരാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച തന്നെ ഇവർ ബന്ധപ്പെടുകയാണ്, പിന്നെ മുസ്താഖ് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സംഗമം സംഘടിക്കുക, ഞങ്ങളത് ശരിയായില്ല, ഞങ്ങൾക്ക് റെഡിയായില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2024 പിന്നെ ഇവിടെ വെച്ച് നടത്തി, തിരൂർ സെഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. അത് ഇതുപോലെ തന്നെ 4000-ഓളം, അന്ന് 200 വധുവരന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞ അവിടെ. അതിൽ നിരവധി വിവാഹങ്ങൾക്ക് വേദി ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു നമ്മൾ. അതിന് ശേഷം നമ്മൾ നടത്തുന്നത് എറണാകുളം തമ്മനത്താണ്. എമ്മനം പള്ളിപ്പടിയിൽ വെച്ച് നമ്മളവിടെ നടത്തി. അന്നും ഒരു 135-ഓളം വിവാഹങ്ങൾക്ക് വേദി തുടങ്ങി. വീണ്ടും ഞങ്ങൾ നേരെ മലപ്പുറം ജില്ലയിലേക്കാണ് വരുന്നത്. തിരൂര് കൈരളി ഓഡിറ്റോറിയം പോയിക്കുന്നിൽ വെച്ചിട്ട് പുതിയങ്ങാടി ഭാഗത്ത്. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ നടത്തിയത്. അങ്ങനെ നിരവധി വിവാഹങ്ങൾക്ക് വേദി ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2026 ഏപ്രിൽ 28 താനൂർ, മലപ്പുറം ജില്ലയിൽ താനൂർ ഓലപ്പിടി അളാപ്പപ്പടി എന്ന് പറഞ്ഞ ലിയോറോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത്. സത്യത്തിൽ താനൂരിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു പ്രവർത്തനം സംസ്ഥാന തലത്തിലേക്ക് വളർന്നു. അത് ഇപ്പോഴും പല ആളുകൾ ആവശ്യപ്പെടുന്നു. പാലക്കാടേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേമാതിരി ആലപ്പുഴ ജില്ലയിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇടുക്കിയിലേക്ക് ഒരു ടീം ഇപ്പം കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് 28-ാം തീയതി പരിപാടി കഴിയാണ്ട് അതിൻ്റെ ശേഷം നമുക്ക് ആലോചിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിവാഹ വേദി ഒരുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതിന് കീഴിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞങ്ങളോട് വന്ന സമയത്ത് കണ്ടത് ഒരു തുന്നൽ പരിശീലന കേന്ദ്രമാണ്. ഇതേപോലെ എന്ത് പ്രവർത്തനങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഈ തണൽമരം ഫൗണ്ടേഷൻ്റെ കീഴിൽ തുന്നൽ പരിശീലന കേന്ദ്രം, കിടപ്പിലായ രോഗികൾക്കുള്ള വീൽചെയർ ഉപകരണങ്ങൾ, പിന്നെ ഒരു 50ഓളം വിധവകൾക്ക് കണ്ണിനായിട്ട് എല്ലാ മാസം 3-ാം തീയതി 5 കിലോ അരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 25 അനാഥ കുട്ടികളെ ഏറ്റെടുത്ത് ആ കുടുംബത്തിന് ഒരു 2000 റുപ്യേൻ്റെ ഭക്ഷണ കിറ്റ് എല്ലാ മാസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രോഗികളെ വീട്ടിൽ പോയിട്ട് നമ്മളെ നാട്ടിൽ നമ്മൾ എത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങൾ, പിന്നെ കിടപ്പിലായ രോഗികൾക്കുള്ള മരുന്ന്, ചാരിറ്റി മേഖല എന്തൊക്കെയാണ് ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ തവളപ്പാൽ ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മളൊരു വണ്ടി ഭക്ഷ്യസാധനങ്ങളും മരുന്നുമായിട്ട് പോയി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാറാണ് MLA അന്ന്. ആ MLA സാറിന് നമുക്കവിടെ കുറേ ഡ്രസ്സുകളും ഒക്കെ ഏൽപ്പിച്ചു. കുറേ വ്യാപാരികൾ, താനൂരിലും തിരൂരിലുള്ള കുറേ വ്യാപാരികൾ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് കുറേ ഡ്രസ്സുകൾ, ഒരു കുഴപ്പമില്ലാത്ത ഡ്രസ്സുകൾ നമുക്ക് തന്നേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പിന്നെ ഇലക്ട്രിക്സ് വീൽചെയറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് അവർ ഈ തുന്നൽ പരിശീലനം പഠിക്കാൻ തന്നെ പല ആളുകൾക്കും പുറത്തേക്കൊന്ന് റോട്ടുമൊക്കെ പോകാനൊക്കെ ഉണ്ട്. ഈ വീൽചെയർ സാധാ വീൽചെയർ പറ്റില്ല, ഞങ്ങൾക്ക് ഇലക്ട്രിക് വീൽചെയർ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഇലക്ട്രിക് വീൽചെയർ നമ്മൾ വിതരണം നടത്തിയിട്ടുണ്ട്. പിന്നെ കിടപ്പിലായ രോഗികൾക്കുള്ള മരുന്ന്, അതേപോലെ തുന്നൽ പരിശീലന കേന്ദ്രം നമ്മളെ ആസ്ഥാനമായ ഓലപ്പീടി അവിടെയുണ്ട്. ഇവിടെ നമ്മളിതിപ്പോൾ 7-8ഓളം തുന്നൽ മെഷീൻ ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ചിട്ടും അവർക്ക് ഈ ഭിന്നശേഷി കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ്. അതുപോലത്തെ പാവപ്പെട്ട അനാഥ മക്കൾ ഒരു ഗതിയില്ല എന്നാൽ അവർക്കൊരു സ്വയം തൊഴിൽ എന്ന പദ്ധതിയിൽ ഒരു 3 മാസത്തെ കോഴ്സ് അവരെ പഠിപ്പിച്ചിറക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെ വധൂവരന്മാരെ കണ്ടെത്താനുള്ള ഒരു സംഗമം മാത്രമല്ല, എല്ലാത്തരം സേവന പ്രവർത്തനങ്ങളിലും ഈ തണൽമരം ഫൗണ്ടേഷൻ വളരെ വലിയ സേവനം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ചെയർമാൻ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഈ കാണുന്ന ഓഫീസും സംവിധാനങ്ങളും മറ്റുമെല്ലാം ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായവർ അല്ലെങ്കിൽ നിർധന കുടുംബങ്ങളിലെ വിവാഹ സമയത്ത് അവർക്ക് ധരിക്കേണ്ട വസ്ത്രങ്ങൾ പോലും ഇവർ ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. വളരെ വലിയ സേവനം ഇവർ കാഴ്ചവെക്കുമ്പോൾ അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള AP സുബ്രഹ്മണ്യനാണ്. ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ എത്രമാത്രം സന്തോഷകരമാണ് ഈ ആ കുട്ടികളൊക്കെ സഹായിക്കാൻ കഴിയുമ്പോൾ? നമ്മൾ തണൽമരം ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്ന മഹാസംഗമം ഒരു ഭിന്നശേഷിക്കാർ ഉള്ള ഒരു വീട്ടിൽ ഒരു അമ്മ മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുട്ടിയും കൂടി മരിക്കണം എന്ന് വരെ ചിന്തിക്കുന്ന
ഒരു കാലഘട്ടത്തിൽ ഇത്തരമൊരു പരിപാടിയെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മസംതൃപ്തിയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളിലെ വിവാഹത്തിനെല്ലാം തയ്യാറെടുക്കുന്നവർക്ക് ഈ ഡ്രസ് ബാങ്ക് മുഖേന വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോഴും അവരത് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ വിവാഹത്തിന് കഴിയാവുന്ന ധനസഹായം നൽകുമ്പോഴും അവർക്ക് എന്തെന്നില്ലാത്ത ഒരു സ്നേഹാദരവാണ് ഞങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകാന്തതയിൽ നിൽക്കുന്ന ഭിന്നശേഷിക്കാരുടെ സർഗവാസനകൾ പുറത്തു കാണിക്കുന്നതിന് വേണ്ടി കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ചിലപ്പോഴെല്ലാം ഞങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ട്. അവരുടെ പാട്ടും കളികളും എല്ലാം വളരെയധികം സന്തോഷപ്രദമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ആശ്രിതത്വ മനോഭാവത്തോടു കൂടിയാണ് പല കുടുംബങ്ങളിലുള്ളവരും കാണുന്നത്. കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒന്നും ഒരുക്കിയിട്ടല്ല, പക്ഷേ അവർ ഞങ്ങളോട് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തരും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ട് കാണുന്ന വഴിയിലെല്ലാം ഓരോന്ന് ചോദിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യാമോ എന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ അവരിൽ നിന്ന് കിട്ടുന്ന ആ സംതൃപ്തി ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ഒരു മനോഭാവമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകളൊക്കെ പങ്കെടുക്കുന്ന വിവാഹ സംഗമങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് വരുന്നൊരു വലിയ ചെലവുണ്ട്. ഇതിനെല്ലാം സുമനസ്സുകളുടെ സഹായം തേടലാണോ? എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? തീർച്ചയായും ഒരു പരിപാടി പ്ലാൻ ചെയ്താൽ കഴിയാവുന്ന ആളുകളോട് എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യിക്കാൻ, ഇപ്പോൾ വെള്ളം, കുടിവെള്ളം ആയിക്കോട്ടെ, ഭക്ഷണത്തിനുള്ള അരി, അങ്ങനെയുള്ള ഓരോന്നും പല ആളുകളും സ്പോൺസർ ചെയ്യാറുണ്ട്. ചിലതിനെല്ലാം അത്യാവശ്യം പൈസ പിരിച്ച് അതിന് ഇങ്ങനെ ദാനശീലമുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും തരികയും ചെയ്തിട്ടുണ്ട്. വലിയ ബാധ്യതകളൊന്നുമില്ലാതെ തന്നെ ഈ സമയങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ മുൻകൈ എടുക്കുന്നത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന സഹകരണം പലരും അറിഞ്ഞ് പല മേഖലകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ ഏപ്രിൽ മാസം 28-ാം തീയതി താനൂര് ലിയോറ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒരു സംഗമത്തിന് കോപ്പ് കൂട്ടുന്നത്. അവിടെ നടക്കുന്ന പരിപാടിക്ക് കുറച്ചെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് കൂടുതൽ അറിയിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് സഹായഹസ്തങ്ങൾ ഉണ്ടാകുമെന്നും അവരെ സഹായിക്കുമെന്നും അതിന് ഞങ്ങൾക്ക് ഒരു വലിയ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ അതിനെല്ലാം മുന്നിട്ടിറങ്ങുന്നത്. തീർച്ചയായും അത് വിജയിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു കാഴ്ചപ്പാട്, ഒരു ആംബുലൻസ്, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലം, അനാഥർക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവുക, അങ്ങനെ വലിയ പ്രതീക്ഷകളെല്ലാം മനസ്സിലുണ്ട്. നിറവേറ്റാൻ മറ്റൊരു സുമനസ്സുകളുടെ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. വളരെ കൃത്യവും വ്യക്തവുമാണ് ഇവരുടെ ആഗ്രഹങ്ങളും ഇവരുടെ ഈ ഒരു സേവന പ്രവർത്തനങ്ങളിലെ നടത്തിപ്പും. സുമനസ്സുകളുടെ മുന്നിൽ ഇവരുടെ ആവശ്യം തുറന്നു കാണിക്കുമ്പോൾ അവർ നൽകുന്ന നാണയത്തുട്ടുകളാണ് ഇത്ര മഹാസംഗമങ്ങൾ നടത്താൻ ഇവർക്ക് സാധ്യമാകുന്നത്. ഈ ഒരു വാർത്ത കാണുന്ന ഓരോരുത്തരും ഈ ഒരു സംഘത്തെ നിർബന്ധമായും സഹായിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സഹായം കൃത്യതയോടുകൂടി അതും ഭിന്നശേഷിക്കാരിലേക്ക് തന്നെ എത്തുന്നു എന്ന് നമുക്കിവിടെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു തണൽ മരം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പ്രവർത്തനങ്ങളുമായി നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായി തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും? നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയൊക്കെ പരസ്പരം അതിന് വ്യക്തത ഉണ്ടാവില്ല. ഇങ്ങനെ വാട്സപ്പിൽ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുക. പക്ഷെ എങ്ങനെ ഏതൊരു നല്ല കാര്യം ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാകുന്നതാണ്. ചെയ്യാൻ കഴിയാത്തവർ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ വറിയിടാവേണ്ടതില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേദനാജനകമായി ഒരു കുടുംബം ചെന്ന് കയറിയപ്പോൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഒരു പ്രയാസം പറയുന്ന രീതിയിലേക്ക്, ആ ഒരു രീതിയിൽ ഒരു ഭിന്നശേഷിക്കാരുടെ ഒരു വേദന എത്രമാത്രം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? അത് എൻ്റെ നാട്ടിലൊരു അയൽവക്കത്തൻ റസാക്ക് എന്ന് പറയും. അവർക്ക് ഒരു കുട്ടിയുണ്ട്, ഭിന്നശേഷി കുട്ടി. അതായത് കാലിനും കയ്യിനൊന്നും സ്വാധീനമില്ല, എപ്പോഴും കിടന്നിട്ടാണ്. അങ്ങനെ ഞാൻ എപ്പോഴും അതിൽ പോകുമ്പോൾ അത് കായിട്ട് ഇങ്ങനെ അടിക്കും. മുസ്തഫ ടൂറ് കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ കാപ്പാട് ബീച്ചിലേക്ക്. ആ കുട്ടി നമ്മൾ കൊണ്ടുവരുന്നു കാപ്പാട് ബീച്ചിലേക്ക്. അപ്പോൾ അതിൻ്റെ ശേഷം ആ കുട്ടി എപ്പോഴും ടൂറ് എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുക കുട്ടി.
കാരണം ഇപ്പോൾ അടുത്ത് നമ്മൾ ഭിന്നശേഷി സംഘം പോകണമെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വളരെയേറെ സന്തോഷം. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം നമ്മളത് അതിനെല്ലാം ഈ ഭിന്നശേഷിക്കാർ മഹാസംഘം വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭിന്നശേഷി കുട്ടികളത്ത് പോകുമ്പോൾ അവരെ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയിലാണ്. കാരണം തണൽമര ഫൗണ്ടേഷൻ്റെ വിവാഹ വേദികളിൽ വരുമ്പോൾ എൻ്റെ മകൾക്ക് വിവാഹം ശരിയാവുന്നൊരു ഉറപ്പ്, അവിടെ ജാതിയുടെയും മതത്തിൻ്റെ ഒന്നും എല്ലാ മതസ്ഥരും വരികയാണ്. ക്രിസ്ത്യാനിസ് വരികയാണ്, മുസ്ലിംസ് വരികയാണ്, ഹിന്ദുസ്, അവർക്കൊക്കെ അവിടെ വേദി ഒരുങ്ങുകയാണ്. കാരണം 207ഓളം വിവാഹങ്ങൾ നടന്നെന്ന് സന്തോഷപരമായിട്ട് ജീവിച്ചു. ഇപ്പോൾ കൊടിഞ്ഞിയിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ നമ്മളെ താനൂർ നടക്കാവ് ജുമാ മസ്ജിദിൻ്റെ കമ്മിറ്റി അംഗമായ ജബ്ബാറിനൊരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. ആ കുട്ടിയുടെ വിവാഹം 2023 ലാസ്റ്റാണ്, സംഗമം തീരാൻ പോകുന്ന സമയത്താണ് അവർ ജോഡിയായത്. ആ കുട്ടിക്ക് മാതാപിതാവൊന്നും മാപ്പിയമ്മയൊന്നുമില്ല. എന്നിട്ട് ഈ പെണ്ണിൻ്റെ ആളുകൾ എടുത്തെടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ആ കുട്ടി സ്വന്തമായിട്ടൊരു കച്ചവടം പെട്ടിക്കട തുടങ്ങിയത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കച്ചവടം ഇരുന്ന് കച്ചവടം ചെയ്യാം. അപ്പോൾ ഓരോ ജീവിത മേഖലകളിൽ ഇവർ എത്തിപ്പെടുന്നുണ്ട്. ഇവർക്ക് കഴിയും എന്ന് നമ്മളൊന്ന് പിന്താങ്ങി കൊടുത്താൽ മതി ഇവർക്ക്. കാരണം ഇവർക്കൊരു സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കുറേ ഭിന്നശേഷിക്കാർ ഈ 4 ചുമരുക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നത്. ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ കണ്ണ് നനഞ്ഞു പോവുകയാണ്. 4 ചുവരുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ഒരു ബാല്യത്തെ, അല്ലെങ്കിൽ ഈ ഭിന്നശേഷി കുട്ടികളെ ഈ ലോകത്തിൻ്റെ വിശാലതയിലേക്ക് തുറന്ന് പറക്കാനുള്ള അവസരമൊരുക്കുന്ന ഈ ഒരു തണൽമരം ഫൗണ്ടേഷൻ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെ എത്ര എടുത്തു പറഞ്ഞാലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ 10ൽ 1 മാത്രമാണ് ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരവധി സേവനങ്ങൾ ഈ ഒരു തണൽമരം ഫൗണ്ടേഷൻ്റെ കീഴിൽ ഇവർ നടത്തുന്നുണ്ട്. അത് ഒരു താനൂരിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, ജില്ലക്കതീതമായി സംസ്ഥാന തലത്തിലേക്ക് വളർന്ന വലിയ ഒരു സേവന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന 2 പ്രഗത്ഭരെയാണ് ഇന്ന് ന്യൂസ് 10 ചാനലിനെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ 28 നടക്കുന്ന വിവാഹ സംഗമത്തിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സഹായ സഹകരണവും കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ക്യാമറമാൻ അജീഷിനൊപ്പം ഉമർ അലി ശിഹാബ്, വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.